ഹായ്, വെൽക്കം ടു ന്യൂട്രി ടോക്ക്. പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ അതിന്റെ ഫലപ്രദമല്ലാത്ത ഉപയോഗമോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണാതീതമായി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണിത്. പൊതുവായി മൂന്ന് തരം പ്രമേഹങ്ങളെക്കുറിച്ച് ആണ് സംസാരിക്കാറെങ്കിലും 20-ലധികം അപൂർവമായ മറ്റു തരത്തിലുള്ള പ്രമേഹങ്ങളും നിലവിലുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന മൂന്ന് തരം പ്രമേഹങ്ങൾ ഇതൊക്കെയാണ്. ആദ്യത്തേത് ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ജുവനൈൽ ഡയബറ്റീസ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് ചെറുപ്പക്കാരിലും കുട്ടികളിലുമാണ്. പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഒട്ടും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതിനാൽ പുറമേ നിന്ന് ഇൻസുലിൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നതാണിത്. ഇവിടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നുകിൽ അത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അടുത്തത് ഗർഭകാല പ്രമേഹമാണ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഗർഭിണിയായിരിക്കുമ്പോൾ ഹോർമോണുകളുടെ മാറ്റം കാരണം ശരീരത്തിന് ബ്ലഡ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത്. ഇനി പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോളിഡിപ്സിയ, അമിതമായ ദാഹം. പോളിയൂറിയ, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക. പോളിഫാജിയ, അമിത വിശപ്പ്. ശരീരഭാരം കുറയുക, അമിതമായ ക്ഷീണം, കാഴ്ച മങ്ങുക, മുറിവുകൾ ഉണങ്ങാൻ താമസം, കൈകാലുകളിലെ മരവിപ്പ്, പതിവായ അണുബാധകൾ. പ്രമേഹം നിയന്ത്രിക്കാനുള്ള പ്രധാന വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാം. അന്നജം, കൊഴുപ്പ് എന്നിവ നിയന്ത്രിക്കുക. നാരുകളുള്ള അഥവാ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക. ദിവസവും 30 മിനിറ്റ്സെങ്കിലും വ്യായാമം ചെയ്യുക. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ, ഇൻസുലിൻ എന്നിവ കൃത്യസമയത്ത് ഉപയോഗിക്കുക. ബ്ലഡ് ഗ്ലൂക്കോസ് പരിശോധന. ഇടയ്ക്കിടെ ബ്ലഡ് ഗ്ലൂക്കോസ് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. നേരത്തെയുള്ള രോഗനിർണയവും ചിട്ടയായ ജീവിത രീതിയും വഴി ഇതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ബി ഹെൽത്തി. താങ്ക് യു.